Hello students, നമുക്ക് revise the simplex method iteration 1 end ചെയ്ത് നിൽക്കുകയാണ്. iteration 1ൽ നമ്മൾ b by pi പോലെ അപ്പോൾ ആദ്യത്തെ മെട്രിക്സ് സെയിം ആയിരുന്നുകൊണ്ട് bi divided by ai 6. Here we have selected least from C6 bar and that calculation is denoted by r equal to 6. ഇവിടെ r equal to 6 ആണ് സെലക്ട് ചെയ്തതെന്നാണ് എഴുതുക. And we select the minimum of b by pa പോലെ r equal to 6ന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിലെ ബി കോളം ഡിവൈഡഡ് ബൈ 6 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ -216 ആണ് ഉപയോഗിച്ചത്. ai 6കളാണ് ഉപയോഗിച്ചത്. ഇത് ആദ്യത്തെ മെട്രിക്സ് ആയിരുന്നുകൊണ്ട് നമുക്ക് ബിയും ai 6ഉം അതേപോലെ ഉപയോഗിക്കാമായിരുന്നു. ഇനിയുള്ള സ്റ്റേജസിലേയും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ബി ഐ ബാർ ഡിവൈഡഡ് ബൈ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും പുതിയ മെട്രിക്സ് അനുസരിച്ച്. ടേബിൾ മാറുന്നുണ്ടായിരുന്നല്ലോ, ഇക്വേഷൻസിന് വ്യത്യാസം വരുന്നുണ്ടായിരുന്നല്ലോ. ഇത് ആദ്യത്തെ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റി. ജനറൽ ആയിട്ട് എഴുതുമ്പോൾ ബി ഐ ബാർ ഡിവൈഡഡ് ബൈ ai 6 ബാർ, അതിന്റെ i6 ആയിരിക്കണം എന്നില്ല അടുത്ത ടേബിൾ വരിക, അടുത്ത ഇറ്ററേഷനിൽ വരിക. അപ്പോൾ അതാണ് നമ്മൾ എടുത്തത്. നമുക്ക് മിനിമം കിട്ടിയത് ആ വാല്യൂവിൽ ഒരു തെറ്റുണ്ടായിരുന്നു. ഞാൻ അറിയാതെ 6/5 എന്നാണ് എഴുതിയിരുന്നത്, b ബൈ ആ, അപ്പോൾ 5/6 ആണ് വാല്യൂ. എനിവേ മിനിമം ഇസ് ദിസ്. ഇവിടുത്തെ മൂന്നാമത്തെ വാല്യൂ ആണ്. ഈ മൂന്നെണ്ണം കിടന്നതിൽ മൂന്നാമത്തെ റോയിൽ നിന്നാണ് സെലക്ഷൻ വന്നത്. therefore we write p equal to 3 and choosing r equal to 6, p equal to 3, we move to the next iteration. r equal to 6, p equal to 3 means earlier we have in the basis x1, x2, x3, x1, x2, x3 in the basis. അതായിരുന്നു നേരത്തെ ബേസിസിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ iteration 1ൽ അവസാനം നമ്മൾ കണ്ടത് 6-നൊരു റോള് വരാൻ പോവുകയാണ്. അപ്പൊ അവിടുന്ന് ഒരാളുടെ റോള് പോയി, അതാണ് വരാൻ പോകുന്ന റോളാണ് r equal to 6ൽ നമ്മൾ കാണുന്നത്. r equal to 6 വരും, p equal to 3, ഇത് ബേസിസിലേക്ക് വരും, ഇത് ബേസിസിൽ നിന്ന് പോവും. x1, x2, x3, തേർഡ് വേരിയബിൾ x3 goes out of the basis and last variable x6 comes into the basis. Correspondingly the basic variables are iteration 2ലെ basic variables നമുക്ക് എഴുതാം. ഏതൊക്കെയാണ് iteration 2 നമ്മൾ അടുത്ത പേജിൽ കണ്ടിന്യൂ ചെയ്യും. ഞാൻ കാണാൻ വേണ്ടി ഒന്ന് എഴുതാം. iteration 2ൽ basic variables x1ഉം x2ഉം അവിടെ നിൽക്കും, x3 പോയി പകരം x6 വരുന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി നോട്ടും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ നോട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ നോട്ട് ഇൻവേഴ്സും ഒക്കെ ഇനി നമുക്ക് എഴുതണം. x1, x2, x6 ആകുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്? x1ന്റെ 1 0 0, x2ന്റെ 0 1 0. Can tick the columns x1, x2 and x6. -2 1 6 എന്നുള്ളതാണ് column. Then what will be C naught in that case? x1, x2, x6. x1, x2, x6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള C6 1 1 0. അപ്പോൾ ഇത് വെച്ചുള്ള കാൽക്കുലേഷൻസ് ആണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പുതിയ iteration 2ൽ x1, x2, x6 നിങ്ങൾക്ക് വാല്യൂസ് മനസ്സിലായല്ലോ. x1ന്റെ കോളം 1 0 0, x2ന്റെ കോളം 0 1 0, എ നോട്ട് എഴുതാൻ പോവാ. പഴയ എ നോട്ട് എന്ന് പറഞ്ഞത് x1, x2, x3 ഡിപ്പെൻഡ് ചെയ്തുള്ള എ നോട്ട് ആയിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ 3 കോളംസ്. ഇനി x1, x2, x6. അപ്പോൾ ആദ്യത്തെ 2 കോളവും x3 പോയി പകരം x6 വന്നു. അവസാനത്തെ കോളം -2 1 6, അതായിരിക്കും എ നോട്ട്. അതുപോലെ സി നോട്ട് പഴയത് ആദ്യത്തെ 3 എണ്ണം ആയിരുന്നു. ഇനി ആദ്യത്തെ 2 എണ്ണവും അവസാനത്തെയും 1 1 0 എന്നാവും സി നോട്ടിൽ. നമുക്ക് iteration 2ന്റെ പ്രൊസീജിയറിലേക്ക് പോവാം. ഒരു ഫ്രഷ് പേജ് എടുത്ത് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ പഴയ കാൽക്കുലേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. iteration 2 iteration 2ൽ വാല്യൂസ് നമുക്കറിയത്തില്ല, പക്ഷെ ബേസിക് വേരിയബിൾസ് ഏതാണെന്ന് ഞാൻ എഴുതാം. ബേസിക് വേരിയബിൾസ് x1, x2 ആൻഡ് x6. x1ന്റെ x2ന്റെ x6ന്റെ വാല്യൂ വരണമെങ്കിൽ റൈറ്റ് സൈഡ്സ് b കിട്ടണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് സി നോട്ട് എന്തായി? സി നോട്ട് ഈക്വൽ ടു x1ന്റെ കോഎഫിഷ്യന്റ് x1 + x2 + x3 ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ.
x2ന്റെ കോഎഫിഷ്യന്റ് 1, x6ന്റെ കോഎഫിഷ്യന്റ് 0 ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ടേബിളിൽ അവസാനം പറഞ്ഞു നിർത്തിയതാണ്. സി നോട്ട് ഈക്വൽ ടു 0. ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് x1, x2, x6 ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സി നോട്ട് അതായിരിക്കും. എ നോട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സിൽ നിന്ന് x1ന്റെ കോളമായ 1 0 0യും x2ന്റെ കോളമായ 0 1 0യും ലാസ്റ്റ് കോളം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടാവും. -2 1 6 അല്ലായിരുന്നു. -2 1 6 അതും കൂടി നമ്മൾ എടുക്കുന്നു. x6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള -2 1 6 ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അതാണ് നമ്മളുടെ എ നോട്ട് ഫോം ചെയ്യുക. -2 1 6. എ നോട്ട് അല്ലല്ലോ നമുക്ക് വേണ്ടത്, മൾട്ടിപ്ലയേഴ്സിന് എ നോട്ട് ഇൻവേഴ്സ് വേണം. ടു കാൽക്കുലേറ്റ് ദ ഇൻവേഴ്സ് എ നോട്ട് ഇൻവേഴ്സ് പ്രൊസീജിയർ അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എന്ന് നിങ്ങൾക്കറിയാം. പ്രൊസീജിയർ മുഴുവനും എഴുതുക എന്നുള്ളത് ഈ പ്രോസസ്സ് വീണ്ടും ബുദ്ധിമുട്ടാക്കും. തൽക്കാലം കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കാൻ എഴുതേണ്ട കാര്യം ഉണ്ടോ എന്ന് തോന്നില്ല. ഈ ഡിറ്റർമിനന്റ് വളരെ എളുപ്പമാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ്? 1 ഇൻറ്റു 1 ഇൻറ്റു 6 മൈനസ് 0 6. അടുത്തതിൽ എന്താ വരുന്നത്? 0 ഇൻറ്റു ദിസ് 1 0 ദിസ് 1 0 -2 ഇൻറ്റു 0 ഇൻറ്റു 0 1 ഇൻറ്റു 0. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 6. ക്യാപിറ്റൽ A11 ഇങ്ങനെയല്ലേ നിങ്ങൾ എഴുതുക? കോഫാക്ടർ ക്യാപിറ്റൽ A11 സ്മോൾ a11ന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ റോയും വേറൊരു മഷി കൊണ്ട് കാണിക്കാം. A11 കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ റോയും ഈ കോളവും വെട്ടിക്കളയും. A11 ആയതുകൊണ്ട് -1 റേസ് ടു i പ്ലസ് j 1 പ്ലസ് 1 പോസിറ്റീവ്. ഇനി ഇവിടുത്തെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, മിച്ചമുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ദാറ്റ് ഇസ് 1 ഇൻറ്റു 6 ഡിറ്റർമിനന്റ് ഓഫ് വേണമെങ്കിൽ എഴുതിയേക്കാം. A11 എന്ന് എഴുതുമ്പോൾ -1 റേസ് ടു 1 പ്ലസ് 1, അത് ഇവിടെ നിന്ന് വന്നതാണ് 1 പ്ലസ് 1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഫസ്റ്റ് റോയും A11 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ്. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞ് 1 1 0 6 ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് ഇസ് ഈ ഇവിടെ നിന്ന് പ്ലസ് വാല്യൂ കിട്ടുന്നത് 6 മൈനസ് 0 ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇഫ് യു കാൽക്കുലേറ്റ് A11 A12 A12 എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ എന്താ കളയുക? സെക്കൻഡ് റോയും പച്ചമഷിക്കുള്ളത് വെട്ടുക. ഫസ്റ്റ് കോളവും കളഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് കിട്ടും? -1 റേസ് ടു 1 പ്ലസ് 2 കറസ്പോണ്ടിങ് ടു 1 2. ദെൻ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കളഞ്ഞു. 0 1 0 6 എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, വിച്ച് ഇസ് ഈക്വൽ ടു 0. ദെൻ A13 ഈക്വൽ ടു -1 റേസ് ടു 1 പ്ലസ് 3 എന്ന് മനസ്സിലായി. ഇനി ഞാൻ വെട്ടി കാണിക്കുന്നില്ല. ഫസ്റ്റ് റോയും ലാസ്റ്റ് കോളവും കളഞ്ഞിട്ട് 0 1 0 0 എന്ന് കിട്ടും. 0 1 0 0 എന്ന് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു -1 റേസ് ടു 1 പ്ലസ് 3. അവിടെ നിന്ന് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ വാല്യൂ 0 ആണ്. ഇനി these are the signed minus. Then the adjoint will be transpose of this A11 A12 A13 ക്യാപിറ്റൽ A11 A12 A13 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് A11 A12 A13 ചെയ്തത്. അത് കോളമായിട്ട് വരും. അഡ്ജോയിന്റ് ഓഫ് എ എഴുതുമ്പോൾ ഞാൻ 3 ഇവാലുവേറ്റ് ചെയ്തുള്ളൂ. ഇത് ഫസ്റ്റ് റോയിലെ എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ 6 0 0 എന്നുള്ളത് ഫസ്റ്റ് കോളമായിട്ട് വരും അഡ്ജോയിന്റ് ഓഫ് എയുടെ. അപ്പൊ അടുത്തത് ചെയ്യാൻ ഇങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല, ഇവിടെ നിന്ന് വെറുതെ ആലോചിച്ചാൽ മതി. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് A21. അപ്പോൾ അത് ഇവിടെ വരാനുള്ള പോയിന്റ് ആണ്. A21 ചെയ്യാൻ നേരം സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞു. പിന്നെയുള്ള മെട്രിക്സ് 0 2 0 6 ആണ്. അത് 0 ആണ് എന്ന് ഉറപ്പായി. ഇനി A22 എന്ന് പറയുന്ന ഇവിടുത്തെ എലമെന്റ്, അത് മറ്റേതിലും അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും, അഡ്ജോയിന്റിലും. ദെൻ ഫസ്റ്റ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും കഴിഞ്ഞ് 1 ഇൻറ്റു 6 0 ഇൻറ്റു 2 1 ഇൻറ്റു 6 ദാറ്റ് ഇസ് 6 എന്ന് കിട്ടും. A22 ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ദെൻ A23 വരാൻ പോകുന്നത് ഇവിടുത്തെ A32 ആയിട്ടാണ്, 32th എലമെന്റ് ആയിട്ടാണ്. അപ്പോൾ സെക്കൻഡ് റോയും ലാസ്റ്റ് കോളവും കളഞ്ഞു 1 ഇൻറ്റു 0 0 ഇൻറ്റു 0 ദിസ് വിൽ ബി 0. ഫോർ ദ ലാസ്റ്റ് കോളം വി സീ ദ ലാസ്റ്റ് റോ ഓഫ് A0. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞാൽ 0 ഇൻറ്റു 1 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 ഇസ് 2.
2 into 1 is 2. 0 into last row in last column -2 എന്ന് വരും. ഡിറ്റർമിനന്റ് -2 എന്ന് വരും. പക്ഷെ അതിന്റെ പൊസിഷൻ എന്നായിരുന്നു? പൊസിഷൻ 3 1 ആണ്. 3 1 ആകുമ്പോൾ 3 + 1 പോസിറ്റീവ്. അപ്പോൾ നമുക്കതിനെ -2 എന്ന് തന്നെ എഴുതേണ്ടി വരും. അടുത്തത് ഇത് 3 2 ആണ്. ഇവിടുത്തെ 3 2 ആണ്. അപ്പോൾ ഈ മെട്രിക്സിൽ 2 3 ആവും. 3 2 എന്താ കിട്ടുക? 3 2 തേർഡ് റോയും സെക്കൻഡ് കോളവും കളഞ്ഞു. 1 into 1 - 0 into 2 that is 1. 3 2 ആകുമ്പോൾ 1 into 1 - 0 into 2 that is 1. 3 2 3 2 means 3 + 2 ഒരു മൈനസ് സൈൻ ഇവിടെ വരാനുണ്ട്. ദെൻ ലാസ്റ്റ് റോയും ലാസ്റ്റ് കോളവും കളയുമ്പോൾ ഒരു 1 കിട്ടും. അത് 3 3 ആണ്. ദാറ്റ് വിൽ ബി പോസിറ്റീവ്. ദർ ഇസ് എ ഡൗട്ട് അബൌട്ട് ദിസ് എലമെന്റ്. -2 എഴുതിയത് ഏതായിരുന്നു? 3 1ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. 0 into 1 - 1 into 2. 3 1ന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ദാറ്റ് എലമെന്റ് ഈസ് positive here. Sorry for the error. നമ്മൾ വെട്ടിയപ്പോൾ ഈ -2 എന്നുള്ളതിന്റെ മൈനസ് സൈൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ നിങ്ങൾ നോക്കിക്കോളൂ. 3 1ന് കറസ്പോണ്ടിങ് A31 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കളഞ്ഞു. 0 into 1 -2 that is +2. that is 3 1. 3 1 ആയതുകൊണ്ട് നമുക്ക് 3 + 1 അങ്ങനെ കിട്ടുന്ന സൈന് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ആ വാല്യൂ നമുക്ക് എഴുതേണ്ടത് +2 എന്നാണ്. +2 എന്നാണ്. ഇതാണ് അഡ്ജോയിന്റ്. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാലേ നമുക്ക് ഇൻവേഴ്സ് ആവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ A0 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് = 6. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6/6 1 0 0 0 1 0 2/6 -1/6 then 1/6. that will be the value of A0 inverse. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. 1 0 -2 1 0 -2 0 1 1 0 0 6 ഈ മെട്രിക്സ് എടുത്തിട്ട് ഡിറ്റർമിനന്റ് ഇപ്പം മനസ്സിലുണ്ട്. ഈ കാൽക്കുലേഷൻസ് ഒന്നും ഇവിടെ എഴുതാതെ നമുക്ക് A0 ഇൻവേഴ്സ് എഴുതാം. A0 ഇൻവേഴ്സ് = ചെയ്യാതെ എന്നല്ല, ചെയ്യുന്നുണ്ട്, മനസ്സിൽ ചെയ്തുകൊണ്ട്. ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. അഡ്ജോയിന്റ് ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. ഫോർ ഈച്ച് എലമെന്റ് ഷുഡ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് = 1 into 1 into 6. ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് അങ്ങനെയും 6 ആണെന്ന് പറയാം. 6. ഇനി A0 ഇൻവേഴ്സ് ഡയറക്റ്റ് എഴുതുവാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് കിട്ടാൻ ഇത് കളഞ്ഞു. 1 into 6 -0 into 6 0 into 1 6 6 എന്ന് കിട്ടും എൻട്രി ഡിവൈഡഡ് ബൈ 6. ഇതാണ് ഡയറക്റ്റ് കാൽക്കുലേഷൻ മെത്തേഡ്. ഇനി ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കളയുമ്പോൾ ഇത് A12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് ആയിരിക്കും. അത് നമ്മൾ എഴുതുക ഇവിടെ ആയിരിക്കും. എന്ത് കിട്ടും? 0 into 6 0 into 1 0 divided by 6. ഫസ്റ്റ് റോയും ലാസ്റ്റ് കോളവും കളയുമ്പം നമുക്ക് 0 കിട്ടും. 0/6. എല്ലാത്തടത്തും ഡിറ്റർമിനന്റ് ബൈ 6 ആഡ് ചെയ്താൽ മതി. A0 ഇൻവേഴ്സ് അങ്ങനെ എളുപ്പത്തിൽ എഴുതാം. സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റിലായിട്ടാണ് എഴുതുക. 0 into 6 0 into 2 that is 0. സെക്കൻഡ് റോ സെക്കൻഡ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ 1 into 6 6 ആണ് നമുക്ക് കിട്ടുക. 6/6. സെക്കൻഡ് റോ തേർഡ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 0. ദെൻ തേർഡ് റോ ഫസ്റ്റ് എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് ഈ പൊസിഷനിൽ എഴുതുന്നത്. ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇത് പൊസിഷൻ തിരിച്ചാണ് എന്നറിയാം. അപ്പോൾ 0 into 1 മൈനസ് ഓഫ്, അപ്പോൾ അത് 2 എന്നാണ് കിട്ടിയത്. 2/6 എന്ന് എഴുതിയാൽ ഇൻവേഴ്സിലെ എലമെന്റ് ആയി. ഇനി തേർഡ് റോ കളഞ്ഞു, സെക്കൻഡ് കോളം കളഞ്ഞു. 1 into 1 മൈനസ്, അപ്പോൾ നമുക്കത്
തേർഡ് റോ സെക്കൻഡ് എലമെന്റ് 3 2 ആണ്, -1 എന്നാണ് കിട്ടുക. അപ്പം എല്ലാം ഓർത്തിരുന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. -1 ഡിവൈഡ് ബൈ 6. ലാസ്റ്റ് വൺ ഈസ് 1/6. ഇങ്ങനെ ഇൻവേഴ്സ് പെട്ടെന്ന് എഴുതും.